നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഞാനാണ് ആദ്യം എഴുന്നേറ്റത് കേട്ടോ. അപ്പോൾ കുട്ടികൾ നല്ല ഉറക്കമായതുകൊണ്ട് എനിക്ക് വേണ്ടി മാത്രമുള്ള കാപ്പിയാണ് ഉണ്ടാക്കിയത്. കുട്ടികൾ ചോദിക്കാതെ ഞാൻ അവർക്ക് കാപ്പിയും ചായയൊന്നും ഉണ്ടാക്കി കൊടുക്കാറില്ല കേട്ടോ. നമ്മൾ പറയില്ലേ ഇതൊക്കെ ഒരു ദുശീലാണെന്ന്, ഞാൻ എപ്പോഴും പറയണതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ചോദിച്ച് ഇങ്ങോട്ട് ആവശ്യമുണ്ടെന്ന് പറയാണ്ട് ഞാൻ അവർക്ക് ഇങ്ങനെ കാപ്പിയും ചായയൊന്നും ഉണ്ടാക്കി വെക്കല് പതിവില്ല. പിന്നെ നിങ്ങൾ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യണം, അതുപോലെ കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ഹൈപ്പ് ചെയ്യണം. എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് പറ്റണമൊക്കെ നിങ്ങൾ ചെയ്യണം കേട്ടോ. നമുക്കതൊരു ഹെൽപ്പായിരിക്കും. അപ്പോൾ കാപ്പിയൊക്കെ എടുത്ത് പുറത്തെ വാതിലൊക്കെ തുറന്നിട്ടിട്ട് ഒന്ന് പുറത്ത് വന്ന് നിന്നതാണ്. ഇന്ന് ഭയങ്കര എന്താ പറയുക, ഭയങ്കര കാമായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. നല്ല കാറ്റൊക്കെ ഉണ്ട്, അതുപോലെ ഒച്ചയും ബഹളമൊന്നും ഇല്ലാണ്ട്. അപ്പോൾ രാവിലെ ഇന്ന് ചായക്ക് വേണ്ടിയിട്ട് ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ വൈകിട്ടാണ് എണീറ്റ് വരാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുക അതാണ് ഞാൻ രാവിലെ ഉണ്ടാക്കാറുള്ളത് കേട്ടോ. ചില ദിവസങ്ങളിൽ ദോശയായിരിക്കും, അത് കുറച്ചുകൂടി എളുപ്പമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ദോശ ഉണ്ടാക്കാൻ. തലേ ദിവസം സാമ്പാർ വയ്ക്കുകയാണെങ്കിലാണ് കൂടുതലും ഞാൻ ഉപ്പുമാവ്, ദോശ ഇതൊക്കെ ഉണ്ടാക്കാറുള്ളത് കേട്ടോ. അപ്പം സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ വേറൊരു പാത്രത്തിലാക്കിയിട്ട് ഞാൻ അങ്ങനെ മാറ്റി വയ്ക്കും. രാവിലെ എഴുന്നേറ്റ് സാമ്പാർ വെക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്തിരി മടിയാണ്. പിന്നെ തേങ്ങ അരയ്ക്കാത്ത സാമ്പാർ വെക്കണ്ടേ അതിനായിട്ട്. അച്ചുവിന് ഉപ്മാവ് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ എപ്പോഴും എല്ലാവരുടെ ഇഷ്ടം മാത്രം നോക്കിക്കൊണ്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് ഉപ്മാവ് ഇഷ്ടമാണ്. ഇടയ്ക്കൊക്കെ ഒന്ന് വ്യത്യാസമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്നും ആഗ്രഹമുണ്ട്. എപ്പോഴും ഇങ്ങനെ ചപ്പാത്തി കഴിച്ചിട്ട് സത്യം പറഞ്ഞാൽ മടുത്തു പോയി. ഇത് ബിഗ് ബോസിലുള്ളവർ പറയില്ലേ ഞങ്ങളിങ്ങനെ പരിപ്പ് കഴിച്ച് മടുത്തു, അതേപോലെയാണ് ഞങ്ങളുടെ അവസ്ഥ. എൻ്റെയും ഉണ്ണിയുടെയും ചപ്പാത്തി കഴിച്ച് മടുത്തു. അപ്പം ഉപ്മാവ് ഞങ്ങളുടെ രണ്ടുപേരുടെ ഇഷ്ടത്തിനാണ് ഉണ്ടാക്കുന്നത്. ചില ദിവസങ്ങളിൽ അച്ചും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഒരാളുടെ ഇഷ്ടം മാത്രം നോക്കി ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. പിന്നെ ഈ പിടിവാശി എന്ന് പറയുമ്പോൾ അത് വലുതാവുമ്പോൾ അവന് തന്നെയായിരിക്കും പ്രശ്നം വരിക. അതുകൊണ്ട് അവന് ഇഷ്ടമല്ലെങ്കിലും ഈ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെയും ഉണ്ണിയുടെയും ഇഷ്ടം നോക്കിയിട്ട് തന്നെയാണ് ഉപ്മാവ് ഉണ്ടാക്കിയത്. എൻ്റെ അമ്മ ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ നല്ല കട്ടിയായിട്ടാവും ഇരിക്കുക കേട്ടോ. പക്ഷെ എനിക്ക് ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ നല്ല ഇങ്ങനെ പൊടി പോലെ ഇരിക്കുന്നതാണ് ഇഷ്ടം. ഉണ്ണിക്കും ആ രീതിയിൽ ഇഷ്ടമായതുകൊണ്ട് ഞാനിവിടെ ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ നല്ലോണം ഡ്രൈ ആക്കിയിട്ട് എടുക്കും കേട്ടോ. നല്ല വെള്ളം എല്ലാം കളഞ്ഞ് പൊടിയാക്കി എടുക്കും. അതിനുശേഷം സാമ്പാറൊന്നും ഇല്ലാത്തതുകൊണ്ട് പഴവും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പപ്പടം വേഗം കാച്ചിയെടുക്കുകയാണ്. കുറച്ച് തുണികളൊക്കെ ഇസ്തിരി ഇടാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു പണിയിലേക്ക് അങ്ങോട്ട് കടന്നിരിക്കുകയാണ്. എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു ജോലിയാണ് ഈ ഇസ്തിരി ഇടുന്നത് കേട്ടോ. കുട്ടികളുടെ കാര്യങ്ങൾ ഇതുപോലെ അവർക്ക് എന്തെങ്കിലും ഇസ്തിരി ഇടാനുണ്ടെങ്കിൽ ഞാൻ അവരെ കൊണ്ട് തന്നെയാണ് ചെയ്യിപ്പിക്കുക. എന്താ വെച്ചാൽ എനിക്കിത് ഭയങ്കര വെറുപ്പുള്ള കാര്യമാണ്. എൻ്റെ തന്നെ ഞാൻ ഒത്തിരി നല്ല കോട്ടൺ കുർത്തകൾ മാത്രമേ ഇസ്തിരി ഇടാറുള്ളൂ കേട്ടോ.
അല്ലാത്തത് ചുളിവൊന്നും ഇല്ലാത്തത് ഞാൻ ഇസ്തിരി ഇടാൻ മെനക്കെടാറില്ല. ഉച്ചയ്ക്ക് ചോറിന് വേണ്ടിയിട്ട് പച്ചക്കറികളൊക്കെ കുറഞ്ഞു കേട്ടോ. ഇനി എല്ലാം മേടിക്കണം ഒന്നുമേ തുടങ്ങിയിട്ട്. അപ്പോൾ കയ്യിലുള്ള സാധനങ്ങളെല്ലാം തീർക്കാനായിട്ടിരിക്കുകയാണ്. കുറച്ച് സോയാ ചങ്ക്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഒരു റോസ്റ്റ് പോലെ ആക്കാമെന്ന് കരുതിയിട്ട് അത് അതിന് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചു. പിന്നെ ഇന്ന് മോരുകറി വെക്കുന്നത് കുക്കുംബർ വെച്ചിട്ടാട്ടോ. ഞാൻ പറഞ്ഞില്ലേ കൂട്ടാൻ വയ്ക്കാനുള്ള കഷ്ണമൊന്നുമില്ല, ആകെയുള്ളത് ബീട്രൂട്ടാണ്. അപ്പം ഇന്നൊരു ദിവസം കുക്കുംബർ കൊണ്ട് ഒരു മോരുകറി ഉണ്ടാക്കാമെന്ന് കരുതി. ഞാൻ മുന്നേ ഉണ്ടാക്കാറുണ്ട് കേട്ടോ, നമ്മൾ വെള്ളരിക്ക വെച്ച് ചെയ്യുന്ന പോലെ തന്നെയാണ്. പിന്നെ കുറച്ചുകൂടെ ഒരു പുളി പോലെ എനിക്ക് തോന്നാറുണ്ട് കുക്കുംബർ വെച്ചിട്ടുണ്ടാക്കുമ്പോൾ. അപ്പം ഗ്യാസ് ഓഫാക്കിയിട്ട് ഉപ്പ് ചേർത്ത വെള്ളത്തിൽ ആ സോയ കുറച്ച് നേരം മുക്കി വെച്ചു. അത് കഴിഞ്ഞ് ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള ബീട്രൂട്ടും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ആക്കിയെടുക്കുകയാണ് കേട്ടോ. ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് കൂടുതലും ഭക്ഷണം ഉണ്ടാക്കാറ്. ആദ്യം ഒരു കറിയാണെങ്കിൽ അതിൻ്റെ പരിപാടി മുഴുവൻ കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി കിടക്കുക. ഇന്നാണെങ്കിൽ ഇത്തിരി വൈകിയല്ലോ, അപ്പോൾ ഞാൻ വേഗം എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അരിയാനുള്ളതെല്ലാം അരിഞ്ഞു വെച്ചു, തേങ്ങ ചിരകാനുള്ളതെല്ലാം ചിരകി വെച്ചു. അങ്ങനെ അതിൻ്റെ ആദ്യത്തെ എന്താ പറയുക കറികൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു പരിപാടികളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ അടുപ്പത്തുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതിയല്ലോ. മോരുകറി വെക്കുന്ന കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ഈ ചാനലിൽ കാണിച്ചിട്ടുള്ളതായിരിക്കും മോരുകറി. കുക്കുംബർ ആയാലും വ്യത്യാസമൊന്നുമില്ല കേട്ടോ, ഉണ്ടാക്കുന്നതൊക്കെ ഒരുപോലെ തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ ഇട്ടിട്ട് അതൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ട് ഇപ്പുറത്ത് ഞാൻ ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള വറവ് ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങ ചേർക്കുന്ന ഉപ്പേരികളിലെല്ലാം ഞാൻ ഒരു പിടി ഉഴുന്നും പരിപ്പും കൂടെ വറവിനിടാറുണ്ട് കേട്ടോ. അതിങ്ങനെ കടിക്കാൻ കിട്ടുന്നത് ഒരു പ്രത്യേക സ്വാദല്ലേ. സോയ റോസ്റ്റ് ഉണ്ടാക്കുമ്പം ചില സമയത്ത് ചോറിലേക്ക് അധികം കറികളൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഇത്തിരി ഗ്രേവി ടൈപ്പായിട്ട് ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് കുറച്ച് ഡ്രൈ ആക്കി ഉണ്ടാക്കാനാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറച്ചധികം നേരം ഇരുന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ട് വേണം നല്ല ഡ്രൈ ആക്കി കളറെല്ലാം മാറ്റിയെടുക്കാൻ. അപ്പോൾ അത് അവിടെ അപ്പുറത്ത് വേവിക്കാനായിട്ട് അടച്ചു വെച്ചു. അപ്പോൾ കറിയായി ഉപ്പേരിയായി. കറി ഇതാ വേഗം വറവിട്ടേണ്ടി എടുക്കുകയാണ്. കറിക്ക് ഇത്തിരി കളറ് കുറവായതുകൊണ്ട് ഞാൻ വറവിടുന്ന സമയത്ത് ഇത്തിരി മുളക് പൊടിയും കൂടി ആ വെളിച്ചെണ്ണയിൽ ചേർത്തിരുന്നു. സോയ ഇതേ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുള്ള വെള്ളമൊക്കെ പോവാനായിട്ട് തുറന്ന് വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് നല്ലൊരു കുറച്ചുകൂടെ ഒരു ഡാർക്ക് ബ്രൗൺ കളറായപ്പം ഗ്യാസ് ഓഫാക്കി വെച്ചു. പിന്നെ ഇതാ മക്കൾക്ക് ഞാൻ ചോറ് ആദ്യം തന്നെ എടുത്ത് കൊടുത്തിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ എനിക്കുള്ള ചോറും കൂടെ വിളമ്പാണ്. ഞാൻ രാവിലെ പപ്പടം കച്ചിതിരിക്കണ്ടായിരുന്നു. അപ്പോൾ അത് വൈകുന്നേരം ആകുമ്പോഴത്തേനും പിന്നെ ആരും കഴിക്കില്ല. അപ്പോൾ ഞാൻ അതും കൂടെ ഒരെണ്ണം എടുത്ത് അങ്ങനെ എൻ്റെ ചോറുണ്ടല്ലോ കഴിഞ്ഞു.
നല്ല കാറ്റാണ് പുറത്ത്, ഭയങ്കര തണുപ്പുമാണ്. നിങ്ങൾക്കും അതൊക്കെ അതുപോലെയൊക്കെ തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ച് അങ്ങനെ കുറച്ച് നേരം ഇന്ന് വിശ്രമിക്കാനായിട്ട് ഇരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണാം. ടാറ്റാ.